എല്ലാവർക്കും ഒരു ചിന്ന കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ 2016 റിലീസ് ചെയ്ത ദ ഇൻവിസിബിൾ ഗസ്റ്റ് എന്ന സ്പാനിഷ് സിനിമയാണ്. ഒരു ഹോട്ടലിൽ ഒരു പെൺകുട്ടി മരണപ്പെടുന്നു. പ്രതിയായി പോലീസ് പിടിക്കുന്നത് ആ പെൺകുട്ടിയുടെ കാമുകനെയാണ്. എന്നാൽ അവനെ ഈ കേസിൽ കുടുക്കിയതാണ്. ആരാണ് ഈ കൊലപാതകം ചെയ്തത്? എന്തിനാണ് അവർ നായകനെ കുടുക്കിയത്? അവസാനം പ്രതി ആരാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഞെട്ടിത്തരിക്കും. എന്നാൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ്, ഇങ്ങനൊരു ട്വിസ്റ്റ് നാം ഒട്ടും പ്രതീക്ഷിക്കില്ല. അമ്മാതിരി ക്ലൈമാക്സ് ആണ് ഈ സിനിമയുടേത്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു വയസ്സായ സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. വളരെ ഗൗരവത്തോടെയാണ് ആ സ്ത്രീ പെരുമാറുന്നത്. ശേഷം അവർ ആ ഹോട്ടലിലെ ഒരു മുറിയുടെ കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ ഒരുത്തൻ വാതിൽ തുറക്കുന്നു. ഇവനാണ് ഈ സിനിമയിലെ നായകൻ. ഇവൻ്റെ പേരാണ് ഡോറിയ. അന്നേരം ആ സ്ത്രീ നായകനോട്, എൻ്റെ പേര് വിർജീനിയ, ഞാനൊരു വക്കീലാണ് എന്ന് പറയുന്നു. നിങ്ങളുടെ വക്കീൽ ഫെലിക്സ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ നായകൻ അവരെ മുറിക്കകത്തേക്ക് ക്ഷണിക്കുന്നു. ശേഷം നായകൻ ഡ്രസ്സ് മാറാൻ പോകുന്നു. അന്നേരം ടി-വിയിൽ ഈ നായകൻ അവൻ്റെ കാമുകിയെ കൊന്നു എന്നാണ് പ്രധാന വാർത്ത. എല്ലാ തെളിവുകളും നമ്മുടെ നായകന് എതിരെയാണ്. അവനിപ്പോൾ ജാമ്യത്തിലാണ്. അങ്ങനെ ഈ കേസിൽ നിന്നും നമ്മുടെ നായകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഫെലിക്സ് എന്ന വക്കീൽ ഈ സ്ത്രീയെ നായകൻ്റെ കേസ് വാദിക്കാൻ വേണ്ടി നിയമിച്ചത്. അങ്ങനെ വിർജീനിയ നായകനോട്, ഞാൻ ഫെലിക്സിനെ കുറേ പ്രാവശ്യം ഫോണിൽ വിളിച്ചു, എന്നാൽ കിട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ നായകൻ, നിങ്ങൾ എന്താ ഇത്രയും നേരത്തെ വന്നത്? ഞാൻ ഫെലിക്സിനെ വിളിച്ചിരുന്നു, അയാൾ എന്നോട് പറഞ്ഞിരുന്നു കേസ് അണ്ടർ കൺട്രോളിലാണ് എന്ന്, എന്നെ രക്ഷപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ വിർജീനിയ നായകനോട്, എന്നോടും അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു, എന്നാൽ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇന്ന് നടക്കും. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ നിങ്ങളെ വിചാരണ ചെയ്യാൻ സാധ്യതയുണ്ട്. കോടതിയിൽ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട്, അവൻ വഴി കിട്ടിയ ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് എതിരെ ഒരു സാക്ഷി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ആരാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ആ സാക്ഷി നിങ്ങളുടെ കേസിൻ്റെ ഗതി തന്നെ മാറ്റും. 3 മണിക്കൂറിനുള്ളിൽ ആ സാക്ഷിയുടെ സത്യവാങ്മൂലം രേഖപ്പെടുത്തുവാൻ കോടതിയിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ കേട്ട് ഭയന്ന നമ്മുടെ നായകൻ, സത്യം ഞാൻ പറഞ്ഞതല്ലേ, എനിക്കിതിലൊരു പങ്കുമില്ല. അപ്പോൾ വിർജീനിയ നായകനോട്, നിങ്ങളുടെ മൊഴിയിൽ ചില പിഴവുകളുണ്ട്. നിങ്ങൾ എന്നോട് സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുകയുള്ളൂ. നമുക്കാകെയുള്ളത് 180 മിനിറ്റ് മാത്രമാണ്. അതിനുള്ളിൽ സത്യം കണ്ടെത്തണം എന്ന് വിർജീനിയ നായകനോട് പറയുന്നു. ശേഷം വിർജീനിയ നായകനോട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങളും മരണപ്പെട്ടയാളും ആ ഹോട്ടലിലേക്ക് പോയത്? ആ ഹോട്ടലിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. അപ്പോൾ നായകൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനും മരണപ്പെട്ട ലൗറയും കുറച്ച് മാസങ്ങളായി അടുപ്പത്തിലായിരുന്നു. എന്നാൽ ആരോ ഞങ്ങളുടെ രഹസ്യബന്ധം കണ്ടുപിടിച്ചു. ശേഷം അവളെയും എന്നെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അയാൾ ഞങ്ങളോട് 1,00,000 യൂറോ ആവശ്യപ്പെട്ടു. അപ്പോൾ വിർജീനിയ, നിങ്ങളുടെ രഹസ്യബന്ധം ഭാര്യ അറിഞ്ഞാൽ ഡൈവോഴ്സിന് 1 മില്യൺ യൂറോ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണോ നിങ്ങൾ 1,00,000 യൂറോ കൊടുത്ത് ഈ ബന്ധം രഹസ്യമാക്കാൻ ശ്രമിച്ചത്? അപ്പോൾ നായകൻ, അല്ല, എനിക്കെൻ്റെ ഭാര്യയെ ഇഷ്ടമായിരുന്നു, ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അന്നേരം വിർജീനിയ, എന്തിനാണ് മീറ്റിംഗ് നിങ്ങളുടെ വീട്ടിൽ നിന്നും 300 കിലോമീറ്റർ അകലെയുള്ള ആ ഹോട്ടലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്? അപ്പോൾ നായകൻ, അറിയില്ല, അയാളാണ് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. അപ്പോൾ വിർജീനിയ, അത്രയും ദൂരം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് മീറ്റിംഗ് വെച്ചപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും തോന്നിയില്ലേ? അതോ നിങ്ങളുടെ കാമുകി മുൻപ് അവിടെ പോയിരുന്നുവോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നായകൻ, ഞാനൊരു കൊലക്കേസിൽ പെട്ടു, അതാണ് ഇവിടുത്തെ പ്രശ്നം, അത് പരിഹരിക്കാൻ ശ്രമിക്ക് എന്ന് പറയുന്നു. അപ്പോൾ വിർജീനിയ, എല്ലാ ചോദ്യത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആദ്യം നിങ്ങളുടെ ഫോണിൽ വന്ന ആ മെസ്സേജിനെ കുറിച്ച് പറ. അന്നേരം നായകൻ, ഞങ്ങൾ ആ മെസ്സേജ് വരുന്ന സമയം അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് നായകൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. നായകനും അവൻ്റെ കാമുകിയും അവിടെ കാത്തിരിക്കുമ്പോൾ നായകന് ഒരു മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് കണ്ട് നായകൻ ആകെ ടെൻഷനാകുന്നു. അപ്പോൾ കാമുകി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ, അവന് നിന്റെ ഫോൺ കിട്ടി, നിന്റെ ഫോണിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അവൻ അയച്ച മെസ്സേജ് നായകൻ അവൾക്ക് കാണിക്കുന്നു. ആ മെസ്സേജിൽ 715 നമ്പർ റൂം, ഹോട്ടൽ ബെല്ല വിസ്റ്റ, അവിടേക്ക് വാ, ഞാനെല്ലാം പറയാം എന്നായിരുന്നു. അപ്പോൾ കാമുകി, ഇതൊരു ട്രാപ്പാണ് എന്ന് പറയുന്നു. അപ്പോൾ നായകൻ, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന പണവും എടുത്ത് ഡ്രസ്സ് ധരിച്ച് തിരിയുമ്പോഴത്തേക്കും ആരോ നായകനെ അടിച്ചിടുന്നു. അന്നേരം കാമുകി ആ ശബ്ദം കേട്ട് ഭയന്ന് നായകനെ വിളിക്കുന്നു. എന്നാൽ നായകൻ്റെ ഒരു റെസ്പോൺസും ഇല്ല. അതോടെ ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത സീനിൽ നായകൻ വിർജീനിയയോട്, അന്നേരം എനിക്ക് കുറച്ചു നേരത്തേക്ക് ബോധമില്ലായിരുന്നു. ബോധം വന്ന് നോക്കുമ്പോൾ ആരോ കതക് മുട്ടുന്നു. അത് പോലീസായിരുന്നു.
ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു സാധനത്തിൽ കുറച്ച് രക്തം പുരണ്ട് കിടപ്പുണ്ടായിരുന്നു. ഞാനതെടുത്ത് നോക്കിയപ്പോൾ തൊട്ടടുത്ത മുറിയിൽ എൻ്റെ കാമുകി നിലത്ത് വീണ് ബോധമില്ലാതെ കിടക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴത്തേക്കും അവൾ മരിച്ചിരുന്നു. അതുമാത്രമല്ല, ഞാൻ കൊണ്ടുപോയ പണം അവിടെ മുഴുവനും വിതറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ പൂട്ടുപൊളിച്ച് അകത്തേക്ക് വന്നപ്പോൾ നായകൻ തൻ്റെ കാമുകിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പോൾ അവൻ പോലീസുകാരോട് പറയുന്നുണ്ട് ഈ മുറിയിൽ ആരോ ഉണ്ട് എന്ന്. എന്നാൽ പോലീസുകാർ അതൊന്നും കൂട്ടാക്കാതെ നായകനെ അറസ്റ്റ് ചെയ്യുന്നു. മരിച്ച കാമുകിയെ നോക്കി നായകൻ സങ്കടപ്പെടുന്നുണ്ട്. അടുത്ത സീനിൽ നായകൻ ഇക്കാര്യങ്ങളൊക്കെ വിർജീനിയയോട് പറഞ്ഞ് കരയുന്നു. അപ്പോൾ വിർജീനിയ പോലീസ് റിപ്പോർട്ട് പ്രകാരം അവിടെ പുറത്തുണ്ടായിരുന്നവർ ഒരു കരച്ചിൽ കേട്ടിരുന്നു. പക്ഷേ ആരും പുറത്തേക്ക് വരുന്നത് അവർ കണ്ടിട്ടില്ല. അതുകൂടാതെ ഡോറിൻ്റെ ഉള്ളിൽ ചങ്ങല കൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജനാലകൾ ഒന്നും ഉള്ളിൽ നിന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ശൈത്യകാലത്ത് ആ ഹോട്ടലിലെ വിൻഡോസ് മുഴുവനും തുറക്കുന്നതും അടക്കുന്നതും ആ ഹോട്ടൽ അധികൃതരാണ്. അവരോട് ആരും ആ റൂമിൻ്റെ ജനാല തുറക്കാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഒരു ചെറിയ തെളിവ് പോലും ബാക്കി വയ്ക്കാതെ മൂന്നാമതൊരാൾക്ക് ആ മുറിക്കകത്തേക്ക് പ്രവേശിക്കാനോ പുറത്ത് കടക്കാനോ പറ്റില്ല. പോലീസ് അരിച്ചു പെറുക്കിയിട്ടും അവിടെ ആരും വന്നതായുള്ള ഒരു തെളിവും അവർക്ക് കിട്ടിയിട്ടില്ല. അന്നേരം വിർജീനിയ നായകനോട് നിങ്ങളുടെ മൊഴിയിലെ കൊലയാളി എവിടെ? അദ്ദേഹം ആവിയായി പോയോ? അതുമാത്രമല്ല, അയാൾ പുറത്ത് കടക്കണമെങ്കിൽ അയാൾ ആദ്യം മുറിക്കകത്ത് ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ നായകൻ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ അയാൾ മുറിക്കകത്ത് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ വിർജീനിയ അയാൾ എങ്ങനെ അകത്ത് കയറും? അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ള ചാവിയില്ലാതെ ഒരിക്കലും മറ്റൊരാൾക്ക് ആ മുറിയുടെ അകത്തേക്ക് കടക്കാനോ പുറത്തേക്ക് പോകാനോ പറ്റില്ല എന്നാണ്. അപ്പോൾ നായകൻ ദേഷ്യപ്പെട്ട് എന്നെ കരിവാരി തേക്കാൻ, എന്നെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയ കള്ളക്കേസാണിത്. അതുമാത്രമല്ല, ഞാൻ അവളെ വരുതിയിലാക്കാൻ വേണ്ടിയാണ് കൊന്നുകളഞ്ഞത് എന്നാണ് പോലീസിൻ്റെ കഥ. എല്ലാം ഒരു ട്രാപ്പായിരുന്നു. ആരാണ് ഇത് ചെയ്തത് എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ മകളെയും കൊണ്ട് എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് അകന്നുപോയി. എൻ്റെ കുടുംബം തകർന്നു. എൻ്റെ കരിയർ എല്ലാം തകർന്നു. ഇതൊക്കെ കേട്ട് വിർജീനിയ അങ്ങനെ നിങ്ങളോട് പകയുള്ള ആരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ മൂന്നാമതൊരാളുടെ കഥ അവർ വിശ്വസിച്ചിട്ടില്ല. അവരുടെ കണ്ണിൽ നിങ്ങളാണ് കുറ്റവാളി. അതുമാത്രമല്ല, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഞാൻ 2 തരം ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. ഒന്നാമത് സ്വയം കുറ്റസമ്മതം നടത്തി സഹകരിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം അവർ എന്നേക്കാൾ മിടുക്കരാണെന്ന് അഹങ്കരിച്ച് കൈ നനയാതെ മീൻ പിടിക്കുന്ന പോലെ കുറ്റസമ്മതം നടത്താതെ കേസിൽ നിന്നും രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നവർ. നിങ്ങൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ശേഷം വിർജീനിയ നായകൻ്റെ അടുത്ത് വന്നു നിങ്ങൾ എന്നെക്കാളും മിടുക്കനല്ല എന്ന് പറഞ്ഞ് ഒരു യുവാവിനെ കാണാതായ പത്രവാർത്ത കാണിക്കുന്നു. എന്നിട്ട് നായകനോട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പുതിയ സാക്ഷി ഈ വാർത്തയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കെന്തെങ്കിലും തോന്നുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ ഒന്ന് ഭയന്ന് ഒരക്ഷരവും മിണ്ടാതെ അനങ്ങാതിരിക്കുന്നു. അപ്പോൾ വിർജീനിയ നോക്കൂ ഡോരിയ, നമ്മളിപ്പോൾ 10 മിനിറ്റ് വെറുതെ കളഞ്ഞു. ഞാൻ ഒന്നും കൂടി ചോദിക്കുന്നു, ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളെ നിങ്ങൾക്ക് മുൻപരിചയമുണ്ടോ? നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ, ജയിലിൽ കിടക്കണ്ട എങ്കിൽ എന്നോട് സത്യം പറ എന്ന് പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ നായകൻ സത്യം പറയുന്നു. 3 മാസങ്ങൾക്ക് മുമ്പാണ് എല്ലാം തുടങ്ങുന്നത്. നായകനും അവൻ്റെ കാമുകിയും ഇടയ്ക്ക് കാണാറുണ്ട്, ഒന്നിച്ച് താമസിക്കാറുമുണ്ട്. എന്നാൽ നായകന് അവൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊക്കെ തെറ്റാണ്, ഞാൻ അവരെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ കുറ്റബോധം തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം അവർ താമസിച്ച് അവർ രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ GPS-ൽ കാണിച്ച വഴിയിൽ പോവാതെ നായകൻ ഷോർട്ട് കട്ട് എടുക്കുന്നു, വേഗത്തിൽ വീട്ടിലെത്താൻ വേണ്ടി. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് വരുന്നതിന് ഇടയിൽ നായകൻ കാമുകിയോട് കള്ളം പറഞ്ഞ് ഞാൻ മടുത്തു, നമുക്കിത് നിർത്താം. ഞാൻ എൻ്റെ കുടുംബത്തെയും നീ നിൻ്റെ കുടുംബത്തെയും ചതിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇത് കേട്ട കാമുകി അവനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നതിന് ഇടയിൽ ഒരു മാൻ ഇവരുടെ കാറിൻ്റെ കുറുകെ പായുന്നു. അപ്പോൾ നായകൻ കാർ പെട്ടെന്ന് വെട്ടിക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്ന കാറ് കൺട്രോൾ വിട്ട് ഒരു മരത്തിലേക്ക് ഇടിച്ച് നിർത്തുന്നു. ഭാഗ്യത്തിന് നായകനും കാമുകിക്കും ഒന്നും പറ്റിയിട്ടില്ല. ശേഷം അവർ ആ ആക്സിഡൻ്റായ കാർ വന്ന് പരിശോധിക്കുന്നു. അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു. അത് കണ്ടയുടൻ നായകനാകെ ടെൻഷനാകുന്നു. അപ്പോൾ അവൻ്റെ കാമുകി ആ മരിച്ച പയ്യൻ സീറ്റ് ബെൽറ്റ് ഇടാതെ ആരോടോ മെസ്സേജ് അയച്ചുകൊണ്ട് കാർ ഓടിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അന്നേരം നായകൻ പോലീസിനെ വിളിക്കാൻ നേരം ഇത് കണ്ട അവൻ്റെ കാമുകി നമ്മുടെ നായകനോട് ഇത് നമ്മുടെ കുഴപ്പമല്ല, അവനാണ് റോങ് സൈഡിൽ വന്നത്, അത് മാത്രമല്ല അവൻ സീറ്റ് ബെൽറ്റ് ഇടാതെ ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടാണ് വണ്ടി ഓടിച്ചത്, അവൻ തന്നെയാണ് ഈ അപകടത്തിൻ്റെ ഉത്തരവാദി. നീ പോലീസിനെ അറിയിച്ച് പോലീസ് വന്നാൽ നമ്മൾ പെടും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാൽ നിന്റെ കുടുംബവും എൻ്റെ കുടുംബവും തകരും, നിന്റെ കരിയർ എല്ലാം നശിക്കും. ആരും ഒന്നും കണ്ടിട്ടില്ല, നമുക്ക് രക്ഷപ്പെടാം എന്നവൾ പറയുന്നു.
അങ്ങനെ കാറിൽ കയറി അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അവർ കുറേ പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്കൊരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നു. കാമുകി വന്ന് നോക്കിയപ്പോൾ ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നുന്നു. അവൾ വേഗം ആക്സിഡൻ്റായ കാറിൻ്റെ അടുത്ത് വന്ന് ആ മരിച്ച പയ്യൻ്റെ ബോഡി വലിച്ച് സീറ്റിൻ്റെയിൽ ആരും ശ്രദ്ധിക്കാത്ത പോലെ ഇടുന്നു. ശേഷം ഒരു ബുക്കും ഒരു പെന്നും എടുത്ത് നായകനോട് അപരിചിതയെ പോലെ മിണ്ടുന്നു. അപ്പോൾ നായകൻ എന്താണ് സംഭവമെന്ന് ചോദിക്കുന്നു. നമ്മുടെ കാറാണ് ആക്സിഡൻ്റ് ആയത് എന്ന് പറയാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ ആ കാർ ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് ആ കാർ ഡ്രൈവർ എന്തു പറ്റിയെന്ന് അവരോട് ചോദിക്കുന്നു. അപ്പോൾ കാമുകി ലൗറ, എൻ്റെ കാറും ഇയാളുടെ കാറും തമ്മിൽ ഒന്ന് മുട്ടി. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇൻഷുറൻസിന് വേണ്ട ഡീറ്റെയിൽസ് എഴുതി വാങ്ങിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അയാൾ എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകനും കാമുകിയും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ആക്സിഡൻ്റായ പയ്യൻ്റെ ഫോൺ റിംഗ് ആകുന്നു. അപ്പോൾ അവർ ഞെട്ടുന്നു. എന്നിട്ട് കാമുകി ചിലപ്പോൾ അത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നായിരിക്കും എന്ന് പറഞ്ഞ് ഓടിപ്പോയി അവൾ ആ കോൾ കട്ട് ചെയ്യുന്നു. ശേഷം ഫോണിൽ ഇൻഷുറൻസ് ഏജന്റിനോട് സംസാരിക്കുന്ന പോലെ അവൾ അഭിനയിക്കുന്നു. അന്നേരം ആ കാർ ഡ്രൈവർ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് ബൈ ബൈ പറഞ്ഞ് പോകുന്നു. അയാൾ പോയ ശേഷം കാമുകി ആ മരിച്ച പയ്യൻ്റെ ഫോൺ അവളുടെ പോക്കറ്റിലിട്ട് വയ്ക്കുന്നു. ശേഷം നായകനോട്, ഇപ്പോൾ ഒരു സാക്ഷിയുണ്ട്. ഈ ബോഡിയും കാറും ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ നമ്മൾ പെടും. അതുകൊണ്ട് ഈ ബോഡി മാറ്റണം. എന്നാൽ നായകന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അവൾ ഓരോന്ന് പറഞ്ഞ് നായകനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ നായകൻ കാമുകിയുടെ വാക്ക് കേട്ട് മരിച്ച പയ്യൻ്റെ ബോഡി അവൻ്റെ കാറിൻ്റെ ഡിക്കിയിലേക്ക് മാറ്റുന്നു. ശേഷം അവൾ നായകനോട്, നീ കാറും ബോഡിയും എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. ഞാൻ നിന്റെ കാറുമായി ഇവിടെ ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് നോക്കാം. എന്നാൽ നായകൻ, ഞാൻ എവിടെ കൊണ്ടുപോയി ഈ ബോഡി കളയണം? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് ലൗറയോട് പറയുന്നു. ലൗറ എന്നാണ് കാമുകിയുടെ പേര്. അപ്പോൾ അവൾ, നമുക്ക് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനുശേഷം നീ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം നിർത്താം. നിന്റെ ആഗ്രഹം പോലെ നമുക്ക് എന്നേക്കുമായി പിരിയാം എന്നൊക്കെ അവൾ പറയുന്നു. അങ്ങനെ നായകൻ ആ മരിച്ച പയ്യൻ്റെ ബോഡിയും അവൻ്റെ വണ്ടിയും എടുത്ത് പോകുന്നു. അടുത്ത സീനിൽ നായകനെയും വെർജീനിയയെയും കാണിക്കുന്നു. അന്നേരം നായകൻ, ഞാൻ അങ്ങനെ 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കുറ്റബോധമായിരുന്നു. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. ഞാൻ ആ ഷോർട്ട് കട്ട് എടുത്തില്ലായിരുന്നുവെങ്കിൽ, ആ മാൻ കുറുകെ ചാടിയില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ വെർജീനിയ, നിങ്ങൾ ആ കാർ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ, ഞാൻ ആ കാർ ബോഡിയോടെ വെള്ളത്തിലേക്ക് താഴ്ത്തിയെന്ന് പറയുന്നു. മനഃപൂർവ്വമല്ലെങ്കിലും ഒരു അപകടം സംഭവിച്ചു. ആ പയ്യനെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അവൻ്റെ ജീവിതവും ഭാവിയും അവിടെ തീർന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ജീവിതമുണ്ട്. അതിനുവേണ്ടി ആ പാതകം ഞാൻ ചെയ്തു. അന്നേരം നായകൻ അപ്പുറത്തുള്ള അപ്പാർട്ട്മെൻറ്റ് കാണിച്ച്, അയാളെ കണ്ടോ എന്ന് പറഞ്ഞ് ദൂരെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലെ ഒരാളെ കാണിക്കുന്നു. ഞാനും അയാളെ പോലെ സമനില തെറ്റാതിരിക്കാൻ ഈ ജനാലയുടെ അരികിൽ വന്ന് നിൽക്കാറുണ്ട് എന്ന് നായകൻ വെർജീനിയയോട് പറയുന്നു. അപ്പോൾ വെർജീനിയ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ, ഞാനൊരു പ്രീപെയ്ഡ് ഫോണിൽ നിന്നും ലൗറയെ വിളിച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലം അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ പ്രീപെയ്ഡ് ഫോണിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. ശേഷം അവൾ വന്ന് എന്നെ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 പേരും നല്ലപോലെ വൈകുന്നിരുന്നു. അതിലുപരി ചെയ്ത തെറ്റുള്ള കുറ്റബോധവും ഞങ്ങളെ വേട്ടയാടി. അങ്ങനെ നായകനും കാമുകിയും സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ കാമുകി ഓർക്കാൻ കൂടി വയ്യ എന്ന് പറയുന്നു. അപ്പോൾ നായകൻ എന്തു സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ നടന്ന കാര്യം നായകനോട് പറയുന്നു. മെക്കാനിക്കിനെ വിളിച്ച ശേഷം കാമുകി കാറിൽ വെയിറ്റ് ചെയ്യുന്നതിന് ഇടയിൽ ഒരു കാർ യാത്രികൻ വന്ന് എന്ത് പറ്റിയെന്ന് ലൗറയോട് ചോദിക്കുന്നു. അപ്പോൾ അവൾ, ഒരു മാൻ വട്ടം ചാടി, അതോടെ കാർ ഓഫായി, ഇപ്പോൾ സ്റ്റാർട്ടാകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാൾ കാർ ചെക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ സെൻസർ പോയിരിക്കണം. ഒന്നെങ്കിൽ ട്രക്ക് വിളിച്ച് ഈ കാർ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ കെട്ടിവലിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ ശരിയാക്കി തരാം. ഞാനൊരു പഴയ മെക്കാനിക്കാണ് എന്നയാൾ പറയുന്നു. അങ്ങനെ ലൗറ അയാളുടെ വീട്ടിലേക്ക് കാറ് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നു. അങ്ങനെ ആ മെക്കാനിക്ക് ലൗറയും കൂട്ടി അയാളുടെ കാറ് അവളുടെ കാറിൽ കൂട്ടിക്കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പോകും വഴി അയാളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് ക്യാൻസറാണ് എന്നൊക്കെ. എന്നാൽ ലൗറ പേടിച്ച് ഭയന്ന് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ലൗറ അവളുടെ പേര് റാക്കേൽ എന്ന് മാറ്റി പറയുന്നു. ജോലിയും അവൾ മാറ്റി പറയുന്നുണ്ട്. അതുകൂടാതെ ഈ കാർ എൻ്റെ സഹോദരിയുടെ കാറാണ് എന്നൊക്കെ അവൾ കള്ളം പറയുന്നു. അതിനിടയിൽ അവളുടെ ഭർത്താവ് അവളെ ഫോൺ വിളിക്കുന്നുണ്ട്. അന്നേരം അവൾ, എൻ്റെ കാർ കേടായി, ഞാൻ വരാൻ വൈകുമെന്ന് പറയുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് ബ്രൂണോ, ഞാൻ പിക്ക് ചെയ്യാൻ വരാം എന്ന് പറയുന്നു. അപ്പോൾ ലൗറ, വേണ്ട, ഞാൻ മാനേജ് ചെയ്യാം, നീ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ ആ മെക്കാനിക്കിൻ്റെ വീട്ടിലേക്ക് എത്തിയ ശേഷം അയാളുടെ ഭാര്യയെ ലൗറയ്ക്ക് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അയാൾ കാർ ശരിയാക്കാൻ പോകുന്നു. അയാളുടെ ഭാര്യ ലൗറയെ അകത്തേക്ക് വിളിക്കുന്നു. അവളുടെ കയ്യിൽ രക്തം പുരണ്ടിരുന്നു. ആ ബോഡി മാറ്റുമ്പോൾ പറ്റിയ രക്തം അവളുടെ കയ്യിലുണ്ടായിരുന്നു.
അവർ ആ മുറിവ് വെച്ച് കെട്ടാമെന്ന് പറയുന്നു. അപ്പോൾ ലൗറ, ഇത് മുറിവൊന്നുമല്ല, ആ മാനിൻ്റെ രക്തമായിരിക്കും. അങ്ങനെ അവൾ ആദ്യം ആ വീടിൻ്റെ അകത്തേക്ക് പോവാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ അവർ നിർബന്ധിച്ചപ്പോൾ അവൾ വീടിനകത്തേക്ക് പോകുന്നു. ശേഷം മുഖവും കൈയുമൊക്കെ കഴുകി അവൾ ഫ്രഷാകുന്നു. അങ്ങനെ അവൾ ആ വീട് നടന്നു കാണുന്നു. ഇതേ സമയം ആ വൃദ്ധൻ ആ കാർ ശരിയാക്കുകയായിരുന്നു. അപ്പോൾ അയാൾ ആ കാറിൽ ഒരു ലൈറ്റർ ശ്രദ്ധിക്കുന്നു. അടുത്ത സീനിൽ ലൗറയും ആ മെക്കാനിക്കിൻ്റെ ഭാര്യയും സംസാരിക്കുന്നു. ആ സ്ത്രീ തൻ്റെ മകനെക്കുറിച്ച് അവളോട് പറയുന്നു. അപ്പോൾ ആ സ്ത്രീക്ക് ഒരു കോൾ വരുന്നു. അന്നേരം അവർ അവരുടെ മകൻ്റെ ഫോട്ടോ ലൗറയ്ക്ക് കൊടുത്ത ശേഷം ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ആ പയ്യൻ്റെ ഫോട്ടോ കണ്ട് ലൗറ ഞെട്ടുന്നു. കാരണം ഇവരുടെ കാറിടിച്ച പയ്യനായിരുന്നു ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവളാകെ ഭയന്ന് വിറച്ച് പരിഭ്രമിച്ച് നിൽക്കുന്നു. അന്നേരം ആ സ്ത്രീ ഫോണിൽ, അവൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? 6 മണിക്ക് പുറപ്പെട്ടതാണല്ലോ, അവൻ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ലൗറയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അന്നേരം ആ മെക്കാനിക്ക്, ഞാൻ നിങ്ങളുടെ വണ്ടി റീസെറ്റ് ചെയ്തു, പ്രോബ്ലം സോൾവ് ആക്കി, എന്തായാലും ഇത്രയും ലേറ്റായില്ലേ, ഡിന്നർ കഴിച്ച ശേഷം പോവാമെന്ന് ലൗറയോട് മെക്കാനിക്ക് പറയുന്നു. അപ്പോൾ ലൗറ, ക്ഷമിക്കണം, എനിക്ക് വൈകി, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അന്നേരം ആ മെക്കാനിക്കിൻ്റെ ഭാര്യ അയാളോട്, ക്ലാര പറഞ്ഞു ഡാനിയലിനെ കണ്ടിട്ടില്ല എന്ന്, കൂട്ടുകാർക്കും അവനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ ഡാനിയലിൻ്റെ വിവരം ഇല്ലാത്തതുകൊണ്ട് ആ സ്ത്രീ ഡാനിയലിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്നാൽ ആ ഫോൺ ലൗറയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അവൾ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് ആ ഫോൺ സോഫയിലേക്ക് ഇടുന്നു. അപ്പോൾ തന്നെ ആ ഫോൺ റിംഗ് ആകുന്നു. ഫോൺ റിംഗ് ആകുന്ന ശബ്ദം കേട്ട് അവിടേക്ക് ഡാനിയലിൻ്റെ അച്ഛനും അമ്മയും വരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ ഡാനിയലിൻ്റെ ഫോൺ അവിടെ സോഫയിലുണ്ട്. അപ്പോൾ മെക്കാനിക്ക്, ചിലപ്പോൾ ഡാനിയൽ മറന്നു വെച്ചതായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഡാനിയലിൻ്റെ അമ്മ, അവൻ ഒരിക്കലും ഫോൺ അങ്ങനെ മറക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ലൗറ, എനിക്ക് വൈകി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് പോകുന്നു. ലൗറയുടെ ഈ പെരുമാറ്റം കണ്ട ആ മെക്കാനിക്കിന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. അയാൾ ലൗറ പോകുന്നത് നോക്കി നിൽക്കുന്നു. അന്നേരം മെക്കാനിക്കിൻ്റെ ഭാര്യ വന്ന് ഡാനിയലിനെ കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാറിൽ പോകുന്ന നായകനെയും ലൗറയെയും കാണിക്കുന്നു. അവൾ നടന്ന കാര്യങ്ങൾ മുഴുവനും അവനോട് പറഞ്ഞു. അപ്പോൾ നായകൻ, ഇനി എന്ത് എന്ന് ചോദിക്കുന്നു. അന്നേരം ലൗറ, ഇനിയൊരു പ്ലാനുണ്ട്, പക്ഷേ എല്ലാം നിന്റെ കയ്യിലാണ് എന്ന് പറയുന്നു. ശേഷം അവർ നായകൻ്റെ കാർ ഒരു ആക്രിക്കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. എന്നിട്ടവർ എന്നേക്കുമായി പിരിയുന്നു. ശേഷം നായകൻ തൻ്റെ കാർ കളവ് പോയി എന്ന് പോലീസിന് പരാതി നൽകുന്നു. അങ്ങനെ നായകൻ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറുന്നു. അവൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നു. എല്ലാം മറന്ന് നായകൻ ഭാര്യയുടെയും കുഞ്ഞിനെയും കൂടിയും ജീവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം TV-യിൽ ഡാനിയൽ എന്ന പയ്യനെ കാണാതായി എന്ന വാർത്ത നായകൻ കാണുന്നു. അവൻ്റെ അച്ഛനും സുഹൃത്തുക്കളും അവനെ അന്വേഷിക്കുന്നു. ആ അച്ഛൻ്റെ നോട്ടം നമ്മുടെ നായകനെ ആകെ വേട്ടയാടുന്നു. അവന് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. അടുത്ത സീനിൽ വെർജീനിയയോട് നായകൻ, അറിയാതെ പറ്റിയതാണ്, ആ അച്ഛൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല എന്ന് പറഞ്ഞ ശേഷം നടന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ വെർജീനിയയ്ക്ക് ഒരു കോൾ വരുന്നു. ആ പുതിയ സാക്ഷി കോടതിയിൽ ഹാജരായി എന്നായിരുന്നു ആ കോൾ. ആ കോൾ കട്ടായ ശേഷം വെർജീനിയ നായകനോട് പുതിയ സാക്ഷി കോടതിയിൽ എത്തിയ വിവരം അവനെ അറിയിക്കുന്നു. അതുമാത്രമല്ല, പുതിയ സാക്ഷി ആരാണ് എന്ന് ആർക്കും അറിയില്ല, പക്ഷേ ജഡ്ജി ഇതുവരെ എത്തിയിട്ടില്ല എന്നും വെർജീനിയ നായകനോട് പറയുന്നു. അപ്പോൾ നായകൻ ഫെലിക്സിനെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ ഫെലിക്സിനോട് നായകൻ, കോടതി നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ്, നിങ്ങൾ എപ്പോൾ എത്തും എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ, ലാസ്റ്റ് ഫ്ലൈറ്റിന് ഞാൻ എത്തുമെന്ന് പറയുന്നു. ശേഷം ഫെലിക്സ് വെർജീനിയയോട് സംസാരിക്കുന്നു. അന്നേരം വെർജീനിയ ഫെലിക്സിനോട്, പുതിയ സാക്ഷി കോടതിയിൽ ഹാജരായിട്ടുണ്ട്, ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ നായകനെ വിചാരണ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഫെലിക്സ്, ഞാനെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, ഞാനിപ്പോൾ അവധിയിലാണ്, ചിലപ്പോൾ ഈ ഒരു കാര്യം കേസിന് സഹായകമായി മാറും എന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു. ശേഷം ബാക്കി കാര്യം പറയാൻ വെർജീനിയ നായകനോട് പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ നായകനെ അന്വേഷിച്ച് പോലീസ് വരുന്നു. അവൻ അവൻ്റെ വക്കീലായ ഫെലിക്സുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ നായകനോട്, ഡാനിയൽ എന്ന പയ്യനെ കാണാതായ സ്ഥലത്ത് 2 കാർ അപകടങ്ങൾ നടന്നിരുന്നു, പക്ഷേ ആരുടെ കാറാണ് അപകടം സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൂടാതെ ആ പയ്യനെ കാണാതായ സ്ഥലത്തു നിന്നും കുട്ടിയുടെ പിതാവ് ഒരു സ്ത്രീക്ക് ലിഫ്റ്റ് കൊടുത്തിരുന്നു, അതും ആ പയ്യനെ കാണാതായ ദിവസം തന്നെയാണ്. അത് പറഞ്ഞ ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ലൗറയുടെ രേഖാചിത്രം നായകന് കാണിച്ചുകൊണ്ട്, ഇവളെ അറിയുമോ എന്ന് ചോദിക്കുന്നു. ആ ഫോട്ടോ കണ്ട നായകൻ ആകെ ഭയന്നിരിക്കുകയാണ്. എന്തു പറയണമെന്ന് അവൻ അറിയുന്നില്ല. അപ്പോൾ അവൻ്റെ വക്കീൽ, ഈ പറയുന്ന ദിവസം ഇദ്ദേഹം പാരീസിലായിരുന്നു, അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ പോലീസ്, പയ്യൻ്റെ അച്ഛൻ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി നിങ്ങളുടെ പേരിലുള്ള BMW കാറാണ് ഉപയോഗിച്ചിരുന്നത്,
ആ കാർ നമ്പർ കാണാതായ പയ്യൻ്റെ അച്ഛൻ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ നായകൻ ആ കാറ് മോഷണം പോയ കാറാണ്, ഞാനൊരു പരാതി പോലീസിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നായകൻ്റെ വക്കീൽ ഫെലിക്സ്, നിങ്ങൾ ഇങ്ങനെ തെളിവുകളില്ലാത്ത ഈ ഒരു കാര്യത്തിന് എൻ്റെ കക്ഷിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കരുതായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശേഷം ഫെലിക്സ് നായകനോട്, എന്താണ് സംഭവം, എന്നോട് തുറന്നു പറ, എന്നാലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂ. ആ പയ്യൻ്റെ മിസ്സിങ്ങുമായി നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ ഒന്നും വിട്ടു പറയുന്നില്ല. ഞാൻ പാരീസിൽ ആയിരുന്നു, പക്ഷേ അന്ന് എൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് മാത്രം അവൻ പറയുന്നു. അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് എനിക്ക് വേണം. ഇനി ഈ കേസും പറഞ്ഞ് പോലീസ് എൻ്റെ പിറകെ വരാൻ പാടില്ല എന്നൊക്കെ നായകൻ ഫെലിക്സിനോട് പറയുന്നു. അപ്പോൾ ഫെലിക്സ്, അത് ഞാൻ നോക്കിക്കോളാം, ഇനി എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ നടന്ന സംഭവം മുഴുവനും എന്നോട് പറയണം എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നായകൻ പാരീസിൽ തന്നെ ആയിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. കുറെ കഴിഞ്ഞ് പോലീസ് ഈ കേസ് തന്നെ മറന്നു എന്ന് നായകൻ വെർജീനിയയോട് പറയുന്നു. അപ്പോൾ വെർജീനിയ, നിങ്ങളുടെ പേര് പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത് മിക്കവാറും കോടതിയിൽ കിട്ടിയിട്ടുണ്ടാവും. നീ ഇക്കാര്യങ്ങളൊക്കെ ലൗറയോട് പറഞ്ഞിരുന്നോ എന്ന് വെർജീനിയ ചോദിക്കുന്നു. അപ്പോൾ നായകൻ, ഞാനൊരു റെസ്റ്റോറൻറ്റിൽ വെച്ച് വേറൊരു വാർത്ത കണ്ടു, ഡാനിയൽ ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ചു നാടു വിട്ടതായിരിക്കാം എന്ന്. അവൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ നിന്നും 50,000 യൂറോ വിവിധ സമയങ്ങളിലായി ഡാനിയൽ മോഷ്ടിച്ചിരുന്നു എന്നായിരുന്നു ആ വാർത്ത. അത് നമ്മുടെ നായകൻ കാണുന്നു. ഈ വാർത്ത കണ്ടയുടൻ നായകൻ ലൗറയെ വിളിക്കുന്നു. അപ്പോൾ അവൾ 4 മണിക്ക് ബാറിൽ കാണാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ബാറിൽ വെച്ച് ഇവർ കാണുന്നു. അപ്പോൾ ലൗറയുടെ കയ്യിൽ ആ മരിച്ച പയ്യൻ്റെ പേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ അവൻ്റെ ID കാർഡും ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ലൗറ തൻ്റെ ഭർത്താവിൻ്റെ സിസ്റ്റത്തിലൂടെ ബാങ്ക് ലോഗിൻ ചെയ്ത് ആ പയ്യൻ മരിച്ച ശേഷമുള്ള ദിവസങ്ങളിൽ ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ച് കേസിൻ്റെ ഗതി തിരിച്ചുവിട്ടു എന്ന് പറയുന്നു. അന്നേരം ഈ കഥയൊക്കെ കേട്ടിരുന്ന വെർജീനിയ, കോടതിയിലുള്ളവർ പൊട്ടന്മാരാണോ? ഒരു ഫോട്ടോഗ്രാഫർ പെണ്ണ് ഒരു IT പ്രൊഫഷണലിനെ പോലെ ബാങ്കിൽ നിന്നും ഓൺലൈൻ വഴി പണം മോഷ്ടിച്ചു എന്ന്. അപ്പോൾ നായകൻ, അവളെ നിങ്ങൾക്കറിയില്ല, ആഗ്രഹിച്ച കാര്യം നടക്കാൻ ഏത് അറ്റം വരെ അവൾ പോകും, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അവളെ സഹായിച്ചിട്ടുണ്ടാവാം എന്നൊക്കെ നായകൻ പറയുന്നു. ശേഷം നായകൻ ബാക്കി സംഭവം കൂടി പറയുന്നു. നായകൻ ലൗറയോട്, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ എന്താണ് ചെയ്യുന്നത്, നിനക്ക് വല്ല ബോധ്യവുമുണ്ടോ? അപ്പോൾ ലൗറ, ഞാൻ പെട്ടാൽ നീയും കുടുങ്ങും, നീ പാരീസിൽ പോയിരുന്നില്ല എന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞ് ലൗറ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അന്നേരം ആ ആക്സിഡൻ്റ് ആയ സമയത്ത് അവിടെ ഫസ്റ്റ് വന്ന ആ കാർ ഡ്രൈവർ നായകനെ തുറിച്ചു നോക്കുന്നു. നായകൻ അയാൾ തിരിച്ചു നോക്കുമ്പോഴത്തേക്കും അയാൾ അപ്രത്യക്ഷമാവുന്നു. അങ്ങനെ നായകന് ബിസിനസ്സിൽ സക്സസ് ആയതുകൊണ്ട് എൻ്റർപ്രണർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടുന്നു. അങ്ങനെ ആ ചടങ്ങ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഒരാൾ വന്ന് നായകനോട് പറയുന്നു, നിങ്ങളെ കാണാൻ ഒരു റിപ്പോർട്ടർ വന്നിട്ടുണ്ട് എന്ന്. ശേഷം നായകൻ ആ റിപ്പോർട്ടറെ കാണാൻ പോകുന്നു. എന്നാൽ അത് റിപ്പോർട്ടർ ആയിരുന്നില്ല, മരിച്ച ഡാനിയലിൻ്റെ അച്ഛനായിരുന്നു അത്. അയാൾ നായകനോട്, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, എൻ്റെ മകൻ പണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞതല്ല, അവന് എന്തോ സംഭവിച്ചു. നിങ്ങൾ അന്ന് സ്റ്റേഷനിൽ വന്ന ദിവസം ഞാനും എൻ്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞതാണ്, ആക്സിഡൻറ്റ് നടന്ന ദിവസം കൃത്യം ആ സമയത്ത് എൻ്റെ മകൻ ഫോൺ ഉപയോഗിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ്റെ ഫോൺ ഞങ്ങളുടെ വീട്ടിൽ എത്തുന്നത്? ആ സ്ത്രീ കൊണ്ടുവന്ന് ഇട്ടതാണ്. അതുകൂടാതെ അവളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, കാരണം അവൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ കാർ അതുവരെ ഓടിച്ചത് അവളായിരുന്നില്ല, വേറൊരാളായിരുന്നു. ആ കാർ അവളുടെ അനുജത്തിയുടെ കാറാണെന്ന് അവൾ കള്ളം പറഞ്ഞു, ഒന്നുകിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ മരിച്ച ഡാനിയലിൻ്റെ അച്ഛൻ നായകനോട് ലൈറ്റർ ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ നായകൻ ലൈറ്റർ അയാൾക്ക് കൊടുക്കുന്നു. ആ ലൈറ്റർ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലാവുന്നു, ഇവനാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത് എന്ന സത്യം. കാരണം ഇതേ ലൈറ്റർ അന്ന് ആ കാറിൽ വെച്ച് ഡാനിയലിൻ്റെ അച്ഛൻ കണ്ടിരുന്നു. ശേഷം അയാൾ നായകനോട്, നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ബിൽ കോപ്പിയും ഞാനും കണ്ടിരുന്നു. ആ ബിൽ കോപ്പി കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലീസിനെ പഴിച്ച് ഞാൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്നാൽ പിന്നെ ഞാൻ കണ്ടത് നിങ്ങളെല്ലാവരും കൂടി അവനെ കള്ളനാക്കി. അവനൊരു പാവമായിരുന്നു. ഈ മനോവിഷമത്തിൽ എൻ്റെ ഭാര്യയുടെ അസുഖം കൂടി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. അതോടെ ഞാൻ പൊരുതാൻ തീരുമാനിച്ചു. നിങ്ങൾ വേറൊരു സ്ത്രീയുമായുള്ള ബന്ധം ഞാൻ കണ്ടുപിടിച്ചു. അതൊക്കെ പോലീസിൽ അറിയിച്ചെങ്കിലും അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. നിങ്ങളുടെ സ്വാധീനം എത്രത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്ക് നിന്നെ പേടിയില്ല. എൻ്റെ മകൻ, അവൻ മരിച്ചെന്ന് ഞങ്ങൾക്കറിയാം. അവൻ്റെ ശരീരമെങ്കിലും തിരിച്ചുതാ. അവനെ അടക്കം ചെയ്ത് കർമ്മങ്ങൾ ചെയ്യണം, എന്നാലേ അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും എന്നൊക്കെ അയാൾ നായകനോട് പറയുന്നു. എന്നാൽ നായകൻ ഒരു മനസ്സലിവില്ലാതെ എനിക്കുമൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. അപ്പോഴത്തേക്കും സെക്യൂരിറ്റി ഗാർഡ് വന്ന് അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ശേഷം പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നു.
അതോടെ ആ പയ്യൻ്റെ മിസ്സിംഗ് കേസ് ആകെ കുഴഞ്ഞു മറിയുന്നു. അതിനിടയിൽ ഫെലിക്സ് എന്നെ കേസിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ കരുതി. പിന്നീട് അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നൊക്കെ നായകൻ വെർജീനിയയോട് പറയുന്നു. ഇതൊക്കെ കേട്ട ശേഷം വെർജീനിയ നായകനോട്, നമുക്ക് എല്ലാം ഒന്ന് കൂട്ടി വായിക്കാം. 2 മരണം, 2 ശവശരീരം. അതിൽ നിങ്ങളുടെ കാമുകിയുടെ മരണത്തിൻ്റെ കാരണം ഡാനിയലിൻ്റെ മരണത്തിൻ്റെ പ്രതികാരമാവാം. എന്നാൽ പോലീസിൻ്റെ കണ്ണിൽ ഒരു മരണം മാത്രമേ നടന്നിട്ടുള്ളൂ. അത് ലൗറയുടെ മരണമാണ്. അതിൻ്റെ ഉത്തരവാദി നീയും. എന്നാൽ നമുക്കും ഡാനിയലിൻ്റെ പാരൻസിനും രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് അറിയാം, അതായത് ഡാനിയലിൻ്റെ മരണത്തെക്കുറിച്ച്. ആ മരണത്തിന് ഉത്തരവാദികൾ നീയും ലൗറയുമാണെന്ന് അവർക്കറിയാം. അതിൽ ലൗറ മരണപ്പെട്ടു. ഇനി ബാക്കിയുള്ളത് നീയാണ്. എന്നാൽ എന്നെ കുഴപ്പിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ആ കൊലയാളിയെക്കുറിച്ചാണ്. നിങ്ങളെ തല്ലി ബോധം കെടുത്തിയതിന് ശേഷം നിങ്ങളുടെ കാമുകിയെ കൊന്നുകളഞ്ഞ് അപ്രത്യക്ഷമായ ആ കൊലയാളി, അതൊരു അത്ഭുതം തന്നെയാണ് എന്ന് വെർജീനിയ നായകനോട് പറയുന്നു. അപ്പോൾ നായകൻ, ഞങ്ങളെയും ഡാനിയലിനെയും ബന്ധിപ്പിക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരാൾ. ഡാനിയലിൻ്റെ മാതാപിതാക്കളെക്കാൾ ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾ. അത് ആ കാർ ഡ്രൈവറാണ്. ഞങ്ങളോട് സഹായം വേണോ എന്ന് ചോദിച്ച ആ കാർ ഡ്രൈവർ. അപ്പോൾ വെർജീനിയ, ആ കാർ ഡ്രൈവറാണോ നിങ്ങളെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചത്? അയാളാണോ കൊലയാളി? ഈ കഥയൊന്നും കോടതി വിശ്വസിക്കില്ല. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. അപ്പോൾ നായകൻ, ആ കൊല നടന്ന ഹോട്ടലിൽ അവർ എങ്ങനെയാണ് മീറ്റിംഗ് സംഘടിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് ഞാൻ ഇതുവരെയും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് വെർജീനിയയോട് നായകൻ പറയുന്നു. ഈ മറുപടി കേട്ടപ്പോൾ വെർജീനിയയ്ക്ക് ആകാംക്ഷയാകുന്നു. അങ്ങനെ ബാക്കി കഥ കൂടി നായകൻ പറയാൻ തുടങ്ങുന്നു. ഒരു ദിവസം നായകൻ ഒരു കൊറിയർ പാർസലായി വരുന്നു. അതിൽ ഡാനിയൽ എന്ന പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. നായകൻ ആ കവർ പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു പുഴയുടെ ഫോട്ടോയും ഒരു MP3 പ്ലെയറും. നായകൻ ആ MP3 പ്ലെയറിലെ വോയിസ് പ്ലേ ചെയ്യുന്നു. അതിൽ നിങ്ങളും നിങ്ങളുടെ കാമുകിയും ചേർന്ന് ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. അത് പുറത്ത് പറയാതിരിക്കാൻ എനിക്ക് 1,00,000 യൂറോ തരണം. അത് ഇന്ന് തന്നെ കിട്ടണം. അല്ലെങ്കിൽ ഈ ഫോട്ടോ പോലീസിൻ്റെ കയ്യിലെത്തും. അവർ ഡാനിയലിൻ്റെ മൃതദേഹം കണ്ടെത്തിക്കൊള്ളും. അതുകൊണ്ട് സാഹസത്തിന് ഒന്നും നിൽക്കാതെ നീയും നിന്റെ കാമുകിയും 5 മണിക്ക് ബിയോർസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം. ബാക്കി കാര്യം അന്നേരം ഞാൻ പറയാമെന്ന് പറയുന്നു. ശേഷം നായകൻ പൈസയുമെടുത്ത് ബിയോർ ജയിലിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ വെച്ച് ലെറ്ററിൻ്റെ കാര്യവും MP3യിലെ വോയിസിനെയും കുറിച്ച് കാമുകിയോട് പറയുന്നു. അപ്പോൾ അവൾ, ഈ ഒരു ഫോട്ടോയുള്ള സ്ഥലത്താണോ നീ ആ ബോഡി കൊണ്ടുപോയിട്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ, അതെ, ഏകദേശം ഈ സ്ഥലവുമായി സാമ്യമുണ്ട് എന്ന് പറയുന്നു. അന്നേരം ഈ കഥ കേട്ടുകൊണ്ടിരുന്ന വെർജീനിയ നായകനോട്, നിങ്ങൾ പറയുന്നതിൽ കുറച്ച് വശപിശകുണ്ട്. ആ ഡ്രൈവർ എങ്ങനെ അറിഞ്ഞു ആ ചതുപ്പ് നിലയത്തിലാണ് നിങ്ങൾ ഡാനിയലിൻ്റെ കാർ കൊണ്ടുപോയി താഴ്ത്തിയത് എന്ന്? അപ്പോൾ നായകൻ, അയാൾ ഞങ്ങളോട് ബായ് പറഞ്ഞു പോയെങ്കിലും ചിലപ്പോൾ സംശയം തോന്നി മറിഞ്ഞിരുന്ന് ഞങ്ങളെ നിരീക്ഷിച്ചിരിക്കാം. ഞാൻ ഡാനിയലിൻ്റെ കാർ തള്ളി വെള്ളത്തിലേക്കിടുമ്പോൾ ഒരു ശബ്ദം കേട്ടിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് അതൊരു മാനാണെന്നാണ്. ചിലപ്പോൾ മാനായിരിക്കില്ല, അത് ഈ ഡ്രൈവർ ആയിരിക്കാം എന്നൊക്കെ നായകൻ പറയുന്നു. അപ്പോൾ വെർജീനിയ, നിങ്ങൾ ആ ഡ്രൈവറുടെ മുന്നിൽ പോകാതിരുന്നാൽ അയാളെല്ലാം മറക്കും. അതുവഴി ഈ കേസിൽ നിന്നും രക്ഷപ്പെടാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അത് മാത്രമല്ല, നിങ്ങളുടെ ഈ കെട്ടുകഥ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിനെങ്കിലും നിങ്ങൾ കൃത്യമായി മറുപടി നൽകണം. എന്നാലേ ഞാൻ ഈ കഥകൾ വിശ്വസിക്കൂ എന്ന് വെർജീനിയ പറഞ്ഞ ശേഷം ആദ്യത്തെ ചോദ്യം വെർജീനിയ നായകനോട് ചോദിക്കുന്നു. ആ ഹോട്ടലിലേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തിയത് കെണിയാണെങ്കിൽ ലൗറയുടെ മൊബൈലിൽ വന്ന മെസ്സേജിൻ്റെ യുക്തി എന്താണ്? രണ്ടാമത്തെ ചോദ്യം, കൊലയാളിക്ക് പൈസയാണ് ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് അവൻ പൈസ എടുക്കാതെ തിരിച്ചുപോയി? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അയാൾ എങ്ങനെയാണ് മുറിക്കകത്തേക്ക് വന്നത്? അതിനുശേഷം കൃത്യം നടത്തി എങ്ങനെയാണ് അയാൾ പുറത്തേക്ക് പോയത്? ഈ ചോദ്യങ്ങൾ കേട്ട നായകന് ഒരു മറുപടിയും ഇല്ലായിരുന്നു. അപ്പോൾ വെർജീനിയ, ഈ 3 ചോദ്യം മതി എതിർവക്കീലിന് നിന്നെ പൂട്ടാൻ. അന്നേരം നായകൻ, ഈ കുരുക്കിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് വെർജീനിയയോട് ചോദിക്കുന്നു. അപ്പോൾ വെർജീനിയ അന്ന് നായകനും കാമുകിയും ബ്ലാക്ക് മെയിലറുടെ വാക്ക് കേട്ട് ബിയോർജ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷമുള്ള കാര്യങ്ങൾ അവർ ഊഹിച്ച് പറയുന്നു. അവിടെയുള്ള പബ്ലിക് ടെലിഫോണിൽ കൃത്യം 5 മണിക്ക് കോൾ വരുന്നു. അത് അറ്റൻഡ് ചെയ്യുന്നത് ലൗറയാണ്. അപ്പോൾ ഫോണിലുള്ളയാൾ ലൗറയോട്, ഹോട്ടൽ ബെല്ലാവിസ്റ്റയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. നിങ്ങൾ അവിടെയുള്ള ട്രെയിനിൽ കയറി അങ്ങോട്ടേക്ക് വാ. ഞാൻ റൂം നമ്പർ 715 ബുക്ക് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങളുടെ ഫോൺ അവിടെയുള്ള വേസ്റ്റ് ബിന്നിൽ ഇടണമെന്നും അയാൾ പ്രത്യേകം പറയുന്നു. ശേഷം നായകനും കാമുകിയും അയാൾ പറഞ്ഞ ഹോട്ടലിലേക്ക് എത്തുന്നു. ശേഷം ലൗറ പോയി 715 റൂം ആർക്കെങ്കിലും ബുക്ക് ചെയ്തിരുന്നു എന്ന് റിസപ്ഷനിൽ പോയി ചോദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ്, യെസ്, അഡ്രിയാൻ ഡോരിയയുടെ പേരിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ശേഷം ലൗറ ഫോം ഫില്ല് ചെയ്ത് ആ റൂം ചെക്ക് ഇൻ ചെയ്യുന്നു.
എന്നിട്ട് റൂമിൽ എത്തിയ ശേഷം നായകനെ റൂമിലേക്ക് വിളിക്കുന്നു. അങ്ങനെ നായകൻ റൂമിലേക്ക് എത്തുന്നു. അന്നേരം ലൗറയുടെ ഫോണിൽ നിന്നും നായകന് ആ മെസ്സേജ് വരുന്നു. അതിൽ പന്തുകേട് തോന്നിയ ലൗറയും നായകനും അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. അന്നേരം പണപ്പെട്ടി എടുക്കാൻ പോയ നായകനെ ആരോ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. ശേഷം ലൗറയെ തലക്കടിച്ച് കൊല്ലുന്നു. ആ കൊലയാളി അത് ഡാനിയലിൻ്റെ അച്ഛനായിരുന്നു. ഇതൊക്കെ നമ്മുടെ വെർജീനിയ ഊഹിച്ചു പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് നായകൻ ഇടപെടുന്നു. എന്നിട്ട് വെർജീനിയയോട്, നിങ്ങൾ പറഞ്ഞു വരുന്നത് ഡാനിയലിൻ്റെ അച്ഛനാണോ ആ കൊലപാതകി? അപ്പോൾ വെർജീനിയ, അതെ, അയാൾക്ക് നിങ്ങളോട് പകയുണ്ട്. മകൻ്റെ കൊലയാളിയെ പോലീസ് സംരക്ഷിക്കുന്നു. അതിൽ പക പൂണ്ട ആ പിതാവ് വരുന്നത് വരട്ടെ എന്ന് കരുതി തൻ്റെ മകൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടവരെ കൊല ചെയ്യുന്നു. ഈ കഥ ജഡ്ജ് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഈ ഒരു കൊലയിലൂടെ അയാൾ നിങ്ങളുടെ ബിസിനസ്സും ജീവിതവും തകർത്തു എന്നൊക്കെ പറയുന്നു. അതുകൂടാതെ കാമുകിയെ കൊന്ന കേസിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഡാനിയലിൻ്റെ അച്ഛനെ ഈ കേസിൽ ഉൾപ്പെടുത്തണം. അതൊരു വഴിക്കൊരു പ്രായച്ചിത്വം കൂടിയാണ്. അന്നേരം നായകൻ അയാൾ എങ്ങനെ ഹോട്ടൽ മുറിയുടെ അകത്തേക്ക് കയറി എന്നും കൃത്യം നടത്തിയതിന് ശേഷം എങ്ങനെ പുറത്തേക്ക് പോയി എന്നതിൻ്റെ വിശദീകരണം കൊടുക്കാതെ ഈ കഥ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വെർജീനിയ, നിങ്ങൾ ലാറ്ററൽ തിങ്കിങ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നടന്ന സംഭവങ്ങളെ വേറൊരു ആംഗിളിൽ നിന്ന് വീക്ഷിക്കണം എന്ന് പറഞ്ഞ ശേഷം നായകനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എടുത്ത ഒരു ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോയിൽ ഒരു ലേഡി സ്റ്റാഫിനെ കാണിച്ച് ഇവരെ അറിയുമോ എന്ന് വെർജീനിയ നായകനോട് ചോദിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അത് ഡാനിയലിൻ്റെ അമ്മയായിരുന്നു. നിങ്ങൾക്ക് ആ ലെറ്റർ അയച്ചത് ഡാനിയലിൻ്റെ അച്ഛൻ തോമസ് ആണ്. അയാളാണ് ഫോൺ വിളിച്ച് ലൗറയോട് ഹോട്ടലിലേക്ക് പോവാൻ പറഞ്ഞതും. അതുമാത്രമല്ല, അയാൾക്ക് മകൻ്റെ ബോഡി കളഞ്ഞ സ്ഥലത്തെപ്പറ്റി അറിയില്ലായിരുന്നു. അയാൾ വെറുതെ ഒരു ഫോട്ടോ അയച്ചതാണ്. പക്ഷെ നിങ്ങൾ അതിൽ കൊത്തി. നിങ്ങൾ സ്വന്തം കുഴി തോണ്ടുകയും ലൗറയെ കൊലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അയാൾക്ക് ആ ബോഡി എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയത് മാത്രമാണ്. നിങ്ങൾ ആ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ അയാൾ നിങ്ങളുടെ പിറകെ ആ ട്രെയിനിൽ കയറിയിരുന്നു. ശേഷം നിങ്ങൾ 715 മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഭാര്യയുടെ സഹായത്താൽ അയാൾ ആ മുറിക്കകത്തേക്ക് കയറി. അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി തൊട്ടടുത്ത മുറിയുടെ ജനാല അയാളുടെ ഭാര്യ ഓപ്പണാക്കി വെച്ചിരുന്നു. അതുമാത്രമല്ല, 715 മുറിയുടെ ജനാല ഓപ്പൺ ചെയ്യാനുള്ള ടൂൾ അയാളുടെ ഭാര്യ അയാൾക്ക് നൽകുകയും ചെയ്തു. ശേഷം ആ സ്ത്രീ മുറി പുറത്തുനിന്നും പൂട്ടി റിസപ്ഷനിലേക്ക് പോയിരിക്കുന്നു. പിന്നെ തോമസ് ആ മുറിയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. നിങ്ങൾ മുറിയിലേക്ക് വന്ന ശേഷം അയാൾ മെസ്സേജ് അയക്കുകയും നിങ്ങൾ ആ മെസ്സേജ് കണ്ട് ഭയന്ന് ഇറങ്ങാൻ നേരം നിന്നെ ആക്രമിച്ച ശേഷം അയാൾ ലൗറയെ കൊന്നു. എന്നിട്ട് നീയാണ് ആ കൊല ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ നിന്റെ ഫിംഗർ പ്രിൻറ്റ് ആ കൊലയ്ക്ക് ഉപയോഗിച്ച വസ്തുവിൽ പകർത്തിയ ശേഷം ആ പണം അവിടെ മുഴുവനും വിതറുകയും ലൗറയുടെ ഫോൺ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. ശേഷം നിലവിളി ശബ്ദം കേട്ട് വന്ന മറ്റു ഗസ്റ്റും സ്റ്റാഫും ഡോർ മുട്ടുമ്പോൾ അയാൾ ഭാര്യ കൊടുത്ത ടൂൾ ഉപയോഗിച്ച് ജനാല തുറന്ന് അപ്പുറത്തെ മുറിയിൽ കയറി രക്ഷപ്പെട്ടു. ശേഷം ഹോട്ടൽ അധികൃതർ പോലീസിനെ വിളിക്കുകയും അവർ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തോമസിൻ്റെ ഭാര്യ തോമസ് ജനാല തുറക്കാൻ ഉപയോഗിച്ച ആ ടൂൾ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു. ശേഷം പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്ന് വെർജീനിയ നായകനോട് പറയുന്നു. അപ്പോൾ നായകൻ, ആ പയ്യൻ്റെ അമ്മ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടാണല്ലേ തോമസ് അവിടെ മീറ്റിംഗ് പ്ലാൻ ചെയ്തത്? അന്നേരം വെർജീനിയയ്ക്കൊരു കോൾ വരുന്നു. സംഭവം ആ സാക്ഷി മറ്റാരുമല്ല, അത് ആ ഡ്രൈവറാണ്. അങ്ങനെ നായകനെ രക്ഷിക്കാൻ വെർജീനിയ ഒരു കഥ മെനയുന്നു. എല്ലാം ചെയ്തത് ലൗറയാണ്. അവളാണ് കാർ ഓടിച്ചതും ഡാനിയലിനെ ഇടിച്ച് കൊന്നതും. അതിനുശേഷം ബോഡി കളഞ്ഞതും അവനെ കള്ളനാക്കിയതും എല്ലാം ലൗറയാണ്. നിങ്ങൾ താമസിച്ച കോട്ടേജ് വാടകയ്ക്കെടുത്ത് ലൗറയാണ്. അതിന് തെളിവുണ്ട്. നിങ്ങൾ അവളെ സഹായിക്കാൻ അവൾ വിളിച്ചതുകൊണ്ട് മാത്രം ആ ഹോട്ടലിലേക്ക് പോയി. നിങ്ങൾക്ക് ഈ സംഭവത്തെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അതുകൂടാതെ ഡാനിയലിൻ്റെ മൃതദേഹവും ലൗറയും തമ്മിൽ കണക്ട് ചെയ്യണം. അതിന് അവളുടെ എന്തെങ്കിലും ഒരു വസ്തു ആ കാറിൽ ഇട്ട് വയ്ക്കണം. എന്നിട്ട് ഡാനിയലിൻ്റെ മിസ്സിംഗ് കേസ് പൂർണ്ണമായും ലൗറയുടെ തലയിൽ കെട്ടിവെക്കണം. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ ബോഡി കണ്ടെത്തണം. നിങ്ങൾ എവിടെയാണ് ആ ബോഡി കളഞ്ഞത് എന്ന് വെർജീനിയ നായകനോട് ചോദിക്കുന്നു. അപ്പോൾ നായകൻ, ഇതൊക്കെ കൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം ആ കാർ ഡ്രൈവർ എന്നെ കണ്ടിരുന്നു. അയാളിപ്പോൾ സാക്ഷിയായി കോടതിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. അന്നേരം വെർജീനിയ ഒരു കാര്യം പറയുന്നു. അങ്ങനെ ഒരു സാക്ഷിയില്ല. നിങ്ങൾ തുടക്കം മുതലേ കള്ളം പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി ഞാനുണ്ടാക്കിയ ഒരു കള്ളം മാത്രമാണ് ആ സാക്ഷി. ഇത് കേട്ട നായകന് കുറച്ച് ആശ്വാസമാകുന്നു. അപ്പോൾ അവൻ, എനിക്ക് അറിയാമായിരുന്നു ഡാനിയലിൻ്റെ അച്ഛൻ തോമസ് ആണ് എന്നെ ആക്രമിച്ച് ലൗറയെ കൊന്നത് എന്ന്. ഞാൻ അയാളെ കണ്ടിരുന്നു. അതുമാത്രമല്ല, എന്നെ പോലീസ് കൊണ്ടുപോകുമ്പോൾ അയാളുടെ ഭാര്യയെയും ഞാൻ കണ്ടിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാത്തത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാവുന്ന ആളാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യവും നിങ്ങളോട് വ്യക്തമായി പറയാത്തത് എന്ന് നായകൻ വെർജീനിയയോട് പറയുന്നു. അപ്പോൾ വെർജീനിയ ഒരു മാപ്പ് കൊടുത്ത്
ഇതിൽ എവിടെയാണ് നിങ്ങൾ ആ പയ്യൻ്റെ ശവശരീരം മുക്കിയത് എന്ന് ചോദിക്കുന്നു. നായകൻ ആ സ്ഥലം മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അന്നേരം വെർജീനിയ ആ മാപ്പും കൊണ്ട് ജനാലയുടെ അടുത്ത് വന്ന് ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റിലെ ഒരാളെ നോക്കുന്നു. അന്നേരം നായകൻ, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ആ കാർ മുക്കിക്കളയാൻ നേരത്ത് ആ പയ്യന് ജീവനുണ്ടായിരുന്നു. എന്നാൽ വൈകിപ്പോയിരുന്നു. ഞാൻ അപ്പോഴത്തേക്കും ടെൻഷൻ കൊണ്ട് അവനെ ഡിക്കി ലോക്ക് ചെയ്ത് വെള്ളത്തിലേക്ക് തള്ളിവിട്ടു. ആ ബോഡി കിട്ടിയിരുന്നുവെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ കുടുങ്ങുമായിരുന്നു. അതൊഴിവാക്കാൻ നിങ്ങളെന്നെ സഹായിക്കണം എന്ന് നായകൻ അവരോട് പറയുന്നു. ഇത് കേട്ട വെർജീനിയയ്ക്ക് ദേഷ്യം വരുന്നു. അവർ, നിന്നെപ്പോലെ ഒരുത്തനെ രക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. നീ ക്രൂരനാണ്. ഈ വിവരം ഞാൻ ജഡ്ജിയെ അറിയിച്ചാൽ അതോടെ നീ തീർന്നു. അന്നേരം നായകൻ ദേഷ്യപ്പെട്ട്, നിങ്ങളെന്നെ രക്ഷിക്കാനല്ലേ വന്നത്? മര്യാദയ്ക്ക് അത് ചെയ്യ്. അപ്പോൾ വെർജീനിയ, എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്നു. നായകൻ ഇല്ല എന്ന് മറുപടി നൽകുന്നു. അന്നേരം വെർജീനിയ നായകനോട്, എനിക്കൊരു കാര്യം മനസ്സിലായി. സത്യത്തിൽ ലൗറ നിരപരാധിയാണ്. നീയാണ് എല്ലാം ചെയ്തത് എന്നെനിക്കറിയാം. നീയാണ് അവളെ വിളിച്ച് ബാറിലേക്ക് വരാൻ പറഞ്ഞത്. നീയാണ് ആ മരിച്ച പയ്യൻ്റെ പേഴ്സ് എടുത്ത ശേഷം അത് നിന്റെ വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത് ആ പയ്യൻ വേറെ നാട്ടിൽ നിന്നും ഓൺലൈൻ വഴി ബാങ്കിലെ പണം മോഷ്ടിച്ചു എന്ന് നിങ്ങൾ വരുത്തി തീർത്തു. അതുകൂടാതെ ആ വണ്ടി ഇടിച്ച അപകടം നടന്ന ദിവസം ലോറയാണ് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചത്. അവളെ തടഞ്ഞത് നമ്മുടെ നായകനാണ്. അയാളാണ് എല്ലാം ചെയ്തത്. എന്നാൽ ലൗറയ്ക്ക് കുറ്റബോധം സഹിക്കാൻ പറ്റിയിരുന്നില്ല. അവൾ മാനസികമായി തകർന്നു. അവൾക്ക് മെൻ്റൽ പ്രോബ്ലവും ഹെൽത്ത് ഇഷ്യൂവും ഉണ്ടാവാൻ തുടങ്ങി. അവളുടെ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി. അവൾ ഡിപ്രഷൻ്റെ വക്കിലെത്തി. അവസാനം പശ്ചാത്താപം എന്ന നിലയിൽ അവൾ ഡാനിയലിൻ്റെ മാതാപിതാക്കളോട് സത്യം തുറന്നു പറഞ്ഞു. ശേഷം അവളാണ് പയ്യൻ്റെ അമ്മ ജോലി ചെയ്യുന്ന ബെല്ലാവിസ്റ്റ എന്ന ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തത്. ശേഷം സംശയം തോന്നാത്ത രീതിയിൽ അവൾ ഒരു ബൂത്തിൽ നിന്നും നിങ്ങളെ വിളിച്ചു. എന്നിട്ട് ഡ്രൈവർക്ക് എന്തോ അറിയാം, ആരോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞു. അയാൾക്ക് പണം കൊടുക്കാൻ പണം കൊണ്ടുവരാനും അവൾ നിങ്ങളോട് കള്ളം പറഞ്ഞു. സത്യത്തിൽ ആ പണം ഡാനിയലിൻ്റെ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരമായി കൊടുക്കാനായിരുന്നു അവളുടെ പ്ലാൻ. അങ്ങനെ റൂമിലെത്തിയ അവൾ നിങ്ങളെയും കാത്തിരുന്നു. അതിനിടയിൽ അവൾ ഒരു പ്ലാൻ തയ്യാറാക്കി. സ്വന്തം ഫോണിൽ ഹോട്ടലിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്തു വെച്ചു. കാരണം നായകൻ്റെ കാര്യം മാത്രമാണെന്ന് അവൾക്കറിയാം. അവനൊരിക്കലും കുറ്റസമ്മതം നടത്തില്ല എന്നും അവൾക്കുറപ്പായിരുന്നു. അങ്ങനെ നായകൻ ആരും കാണാതെ 715 റൂമിലെത്തി. ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നതിന് ഇടയിൽ ലൗറ പ്രോഗ്രാം ചെയ്തു വെച്ച മെസ്സേജ് നായകന് വരുന്നു. അന്നേരം ലൗറ, ഈ റൂം ബുക്ക് ചെയ്തത് നിന്റെ പേരിലാണ്. നമുക്ക് നടന്ന കാര്യം അവരോട് പറയാം. എന്നിട്ട് ഈ പണം അവർക്ക് കൊടുക്കാം. അവരുടെ മകൻ്റെ മൃതശരീരം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് കീഴടങ്ങാം എന്ന് പറഞ്ഞ് തിരിഞ്ഞ ലൗറയെ നായകൻ അടിച്ചു കൊല്ലുന്നു. അപ്പോഴേക്കും നിലവിളി ശബ്ദം കേട്ട് പുറത്ത് ആൾക്കാർ വന്ന് റൂം തട്ടുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ നായകൻ ഒരു കഥ മെനയുന്നു. ശേഷം നോട്ടുകൾ അവിടെ വിതറി. കണ്ണാടിയിൽ തല തല്ലി ആരോ തങ്ങളെ ആക്രമിച്ചു എന്ന് പോലീസ് വന്ന ശേഷം നായകൻ നിലവിളിച്ച് കരയുന്നു. അപ്പോൾ നായകൻ, ഇതൊന്നുമല്ല സത്യം. ഞാൻ ലൗറയെ കൊന്നിട്ടില്ല. എല്ലാ സത്യങ്ങളും ആ പയ്യൻ്റെ പാരൻസിന് അറിയാമെങ്കിൽ അവർ എന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല? അന്നേരം വെർജീനിയ, നീ ഒരു ക്രൂരനാണ് എന്ന് അവർക്കറിയാം. അവരുടെ മകൻ്റെ ശരീരം മറവ് ചെയ്ത സ്ഥലം അത് നീ ഒരിക്കലും പറയില്ല എന്നും അവർക്കറിയാം. മരിച്ചവൻ്റെ ബോഡി കിട്ടാതെ ഒരു കൊലപാതകവും തെളിയിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ലൗറയുടെ കൊലപാതകം നീ അവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുമെന്ന് അവർക്ക് അറിയാം. അതിനുള്ള സ്വാധീനം നിനക്കുണ്ട്. ആ കാര്യവും അവർക്കറിയാമായിരുന്നു. ഇനി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വെർജീനിയ നായകനെ ജനാലയുടെ അരികിലേക്ക് വിളിച്ച് ഓപ്പോസിറ്റ് അപ്പാർട്ട്മെൻറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ച്, അത് ആരാണെന്ന് അറിയാമോ? അതാണ് തോമസ്, മരിച്ച പയ്യൻ്റെ അച്ഛൻ. അയാൾ സത്യം അറിയാനാണ് അന്ന് ഹോട്ടലിൽ എത്തിയത്. അപ്പോൾ നിന്നെ പോലീസ് ലൗറയെ കൊന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതാണ് അയാൾ കണ്ടത്. അതിനുശേഷം ശത്രുവിനെ പഠിക്കാനായി അയാൾ ഒരു നിഴൽ പോലെ നിന്റെ പിറകെ ഉണ്ടായിരുന്നു. നീ ആരെ കാണുന്നു, പിന്നെ നിന്റെ നീക്കങ്ങൾ, നിന്റെ സംഭാഷണം ഒക്കെ അദ്ദേഹം നിരീക്ഷിച്ചു. അന്നു മുതൽ നിനക്ക് ബന്ധമുള്ളവരെയും അയാൾ നിരീക്ഷിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും ഞാനും അതിൽപ്പെട്ടു. ഒരു ദിവസം എൻ്റെ ഓഫീസിൻ്റെ മുന്നിലും അയാളെ ഞാൻ കണ്ടു. അയാൾ ആരാണ്, ഇവിടെ എന്തിനു വന്നു എന്ന കാര്യം ഞാൻ ആലോചിച്ചു. എന്നാൽ അയാൾ ഫെലിക്സിനെ പിന്തുടർന്നാണ് എൻ്റെ ഓഫീസിൽ എത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും അയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി എന്ന് നായകനോട് വെർജീനിയ പറയുന്നു. അപ്പോൾ നായകൻ, ഓ, അപ്പോൾ അയാളാണ് നിങ്ങളെ എൻ്റെ മുന്നിലേക്ക് എത്തിച്ച് തന്നത്. അയാളായിരിക്കുമല്ലേ ഡാനിയലിൻ്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് നായകൻ വെർജീനിയ നേരത്തെ കാണിച്ച നായകനെ അറസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ട്, ഈ ഒരു ഫോട്ടോ മതി എനിക്ക് അവരെ കൊടുക്കാനും ലൗറയുടെ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടാനും. അപ്പോൾ വെർജീനിയ, ലൗറയുടെ മരണം നടന്ന ദിവസം ഈ സ്ത്രീ ലീവായിരുന്നു. അതുമാത്രമല്ല, നീ ആ ഫോട്ടോയിലെ മിറർ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആ മിറർ റിഫ്ലക്ഷനിൽ ആ സ്ത്രീയില്ല. അതൊരു ഫേക്ക് ഫോട്ടോയായിരുന്നു, ഒരു എഡിറ്റഡ് ഇമേജ്. ആ ഫോട്ടോ കണ്ട്
പകച്ചു നിൽക്കുന്ന നായകനോട് വെർജീനിയ, ഇനി പറ, നിനക്ക് എൻ്റെ സഹായം വേണോ വേണ്ടയോ? നിങ്ങൾ ഡാനിയലിനെ കൊന്നിട്ടില്ല എന്ന് ജഡ്ജിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ലൗറയെ കൊന്നത് നിങ്ങളാണെന്ന് സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കാതെ വേറെ വഴിയില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ നായകൻ കുറ്റസമ്മതം നടത്താമെന്ന് പറയുന്നു. അന്നേരം നായകൻ ഒരു കോൾ വരുന്നു. പക്ഷേ നായകൻ ആ കോൾ എടുക്കുന്നില്ല. അത് ഫെലിക്സ് ആയിരുന്നു. അത്യാവശ്യമായി തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞ ശേഷം ആ കോൾ വോയിസ് മെയിലായി കട്ടാകുന്നു. അന്നേരം വെർജീനിയ നായകനോട്, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, നീ ഫെലിക്സിനെ തിരിച്ചു വിളിക്കേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, നിന്റെ ചെറുത്തുനിൽപ്പിന് വേണ്ട കുറുക്കു വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വെർജീനിയ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നായകൻ അവരെ വിളിച്ച് താങ്ക്സ് ഒക്കെ പറയുന്നു. വെർജീനിയ നടന്നു പോകുമ്പോൾ അവർക്ക് ടെൻഷനുള്ള പോലെ തോന്നുന്നു. അടുത്ത സീനിൽ നായകൻ ഫെലിക്സിനെ വിളിക്കുന്നു. എന്നിട്ട് എന്താണ് സംഭവമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഫെലിക്സ്, ആ ഡ്രൈവറിനെ കിട്ടി, ഇനി അവൻ നിനക്കെതിരെ ഒന്നും തന്നെ മിണ്ടില്ല. ഫെലിക്സ് അവന് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തു. ശേഷം ഫെലിക്സ് വെർജീനിയ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ, കൊള്ളാം, വിശ്വസിക്കാൻ പറ്റാവുന്ന വക്കീലാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് നായകൻ ഫെലിക്സിനോട് പറയുന്നു. അപ്പോൾ ഫെലിക്സ്, എല്ലാം പറഞ്ഞുവോ എന്ന് ചോദിക്കുന്നു. അന്നേരം അവരുടെ സംഭാഷണത്തിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. നായകൻ നോക്കുമ്പോൾ അവൻ്റെ ഷർട്ടിൽ പെന്ന് ലീക്കായി മുഴുവനും മഷി പടർന്നിരിക്കുന്നു. അവൻ ഫെലിക്സിനോട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത ശേഷം ആ പെന്ന് പരിശോധിക്കുന്നു. ഇതേ സമയം വെർജീനിയ ഭയന്നുകൊണ്ട് സ്പീഡിൽ നടക്കുകയാണ്. അന്നേരം നായകൻ വെർജീനിയ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നു. ശേഷം അവർ കൊണ്ടുവന്ന റിപ്പോർട്ട്സ് നോക്കുന്നു. അത് മുഴുവൻ ബ്ലാങ്ക് ആണ്. അതിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അവർ എഴുതി വെച്ച നോട്ട് നായകൻ നോക്കുന്നു. അതിൽ ഇവൻ തെണ്ടിയാണ്, ഇവൻ ചെറ്റയാണ് എന്ന് മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത്. നായകൻ പറഞ്ഞ ഒരു പോയിന്റ്സും അതിൽ എഴുതി വെച്ചിട്ടില്ല. അപ്പോഴാണ് നായകന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത്. ആരോടാണ് താൻ ഇത്രയും നേരം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത്? ഈ വെർജീനിയയെ താൻ മുമ്പ് കണ്ടിട്ടില്ല, ഇവർ തന്നെയാണോ വെർജീനിയ എന്നൊക്കെ നായകൻ ഓർക്കുന്നു. അങ്ങനെ നായകൻ ആ സ്ത്രീ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർക്കുന്നു. അതുകൂടാതെ ഡാനിയലിൻ്റെ മാതാപിതാക്കൾ നാടകത്തിൽ ഉണ്ടായിരുന്ന കാര്യവും നായകന് ഓർമ്മ വരുന്നു. ഈ വെർജീനിയ നായകൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മരിച്ച പയ്യൻ്റെ അച്ഛന് ഒരു സിഗ്നൽ കൊടുത്തിരുന്നു. ശേഷം അവരുടെ പെണ്ണ് നായകൻ്റെ മുന്നിലേക്ക് വച്ചിരുന്നു. അതുമാത്രമല്ല, നായകനോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ആ പെണ്ണ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു പെണ്ണായിരുന്നില്ല, അതൊരു വോയിസ് ട്രാൻസ്മിറ്റർ ആയിരുന്നു. വെർജീനിയയുടെ സിഗ്നൽ കിട്ടിയുടൻ ആ മരിച്ച പയ്യൻ്റെ അച്ഛൻ ഇവരുടെ സംഭാഷണം മുഴുവനും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വെർജീനിയ ആ മരണപ്പെട്ട പയ്യൻ്റെ അച്ഛൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് അയാൾക്ക് നായകൻ കാർ മുക്കിയ സ്പോട്ട് മാർക്ക് ചെയ്ത മാപ്പ് കൊടുക്കുന്നു. ശേഷം അയാളെ കെട്ടിപ്പിടിക്കുന്നു. അബദ്ധം തിരിച്ചറിഞ്ഞ നായകൻ ജനാലയ്ക്കരികിൽ വന്ന് ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുന്നു. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിലെ ജനാലയ്ക്കടുത്ത് വെർജീനിയ നിൽക്കുന്നു. അവിടെയാണ് ട്വിസ്റ്റ്. ശേഷം ആ സ്ത്രീ തൻ്റെ മേക്കപ്പ് അഴിക്കുന്നു. അത് ആ മരിച്ച പയ്യൻ്റെ അമ്മയായിരുന്നു. സത്യം കണ്ടെത്താൻ വേഷം മാറി വന്നതാണ് ആ സ്ത്രീ. ഇത് കണ്ട് ആകെ പകച്ചു നിൽക്കുകയാണ് നമ്മുടെ നായകൻ. അവൻ സ്വയം കുഴിയിൽ ചാടി, ഒരിക്കലും കയറി വരാൻ പറ്റാത്തത്ര ആഴമുള്ള കുഴിയിലേക്ക്. അന്നേരം നായകൻ്റെ റൂമിൻ്റെ ബെല്ല് ആരോ അടിക്കുന്നു. നായകൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ യഥാർത്ഥ വെർജീനിയ വന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ഇതേ സമയം ഡാനിയലിൻ്റെ പിതാവ് പോലീസിനെ വിളിച്ച്, എൻ്റെ മകന് സംഭവിച്ചതിൻ്റെ സത്യാവസ്ഥ ഞാൻ കണ്ടെത്തി, എനിക്കത് വെളിപ്പെടുത്തണമെന്ന് പറയുന്നു. അതോടെ ഈ സിനിമ അവസാനിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ നായകനായിരുന്നവൻ സിനിമയുടെ അവസാനം വില്ലനായി മാറുന്നു. എന്നാൽ വില്ലത്തിയെന്ന് നാം ധരിച്ച ലൗറ സിനിമയുടെ അവസാനം പാവമായി മാറുന്നു. തൻ്റെ മകനെ കൊന്നവരെ കണ്ടുപിടിക്കാൻ അച്ഛൻ ഒരുപാട് കാത്തിരുന്നു. ഒടുവിൽ അച്ഛൻ വിജയിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.